മരിക്കാൻ പോവാടേ ഏകദേശം ഓരോ ടെൻഷനുകളായിരുന്നു. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു വാട്ടയച്ചിൻ്റെ ഒരു വീഡിയോ ആണ്. നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം. ഇപ്പോൾ സമയം 1:30 ആയപ്പോഴാണ് ഞാൻ എണ്ണീച്ചത്. നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാം ഗൈസ്. ഇന്ന് നമുക്ക് കട്ട്ള മുളകരച്ചതും കട്ട്ള പൊരിച്ചതൊക്കെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മളെ പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള കറികളാണ് ഫുഡ് കഴിക്കാൻ. എന്നിട്ടും ഞാൻ ചോറ് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. കാരണം ഏതാനും ദിവസങ്ങൾക്കകം നമ്മുടെ കോളേജ് തീർക്കും. കുറച്ച് സുന്ദരിയായിട്ടൊക്കെ കോളേജിൽ പോകണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പയർതോരനുണ്ട്. സൈൻഡപ്പിൻ്റെ ഫേവറേറ്റാണ് ഈ സാധനം. എനിക്കിത് ഒത്തിരി ഇഷ്ടമല്ല, എന്നാൽ ഒത്തിരി ഇഷ്ടമാണെന്നും പറയാൻ പറ്റില്ല. ഇടയ്ക്കാണ് ഇതിൻ്റെ ഒരു സ്ഥാനം. ഇതിലേറ്റവും വലിയ പീസാണ് നമുക്ക് എടുക്കുന്നത് ഗൈസ്. ഇതല്ലേ ഏറ്റവും വലുത്, ഇതാണ് ഏറ്റവും വലുതെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു സാധനം മിസ്സിങ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മളിന്ന് ഒറ്റയ്ക്കല്ല കഴിക്കുന്നത്, നമ്മുടെ ഇവിടെ ഐഷ താത്തയുണ്ട് കഴിക്കും. ഫോണിൻ്റെ അകത്തോട്ട് കയറിപ്പോയി, എത്ര കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഗൈസ്. ഇപ്പം എൻ്റെ തൈരിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. നോർമലി മിൽക്കി മിസ്റ്റിൻ്റെ തൈരല്ലേ യൂസ് ചെയ്യാറ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ തൈരാണ് യൂസ് ചെയ്യുന്നത്. അരുണ്ട് അവിടെ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്. അടിപൊളി തൈരാണ് ഗൈസ്, ഭയങ്കര ടേസ്റ്റ് ഈ തൈരിന് ഗൈസ്. നല്ല മുള്ളുള്ള മീനാണെന്നാണ് ഐഷ അവകാശപ്പെടുന്നത്. നമുക്ക് സൂക്ഷിച്ച് കുഴയ്ക്കാം. അതേ മുള്ളു ഗൈസ്. ആദ്യം കറിയും ചോറും കൂടെ നല്ലപോലെ അങ്ങോട്ട് കുഴയ്ക്കാം. ഇങ്ങനെ തൈരും കൂടി ഇട്ടിട്ട് കുഴയ്ക്കാം. കുറച്ച് പയറ്, പിന്നെ നമ്മുടെ പൊരിച്ച കട്ട്ള നടുവീന്ന് വെച്ചെടുക്കാം. ഒന്ന് സോഫ്റ്റാന്ന് നോക്ക്, അത് വെക്കാം. പിന്നെ നമ്മുടെ കറിയിലിട്ടത് അതിനേക്കാൾ സോഫ്റ്റ്. ഇതെല്ലാം കൂടെ വെച്ചൊരു വായ്സ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇവിടെ നല്ല മഴയും പിന്നെ നല്ലൊരു ചില്ല് ക്ലൈമറ്റ് ആയതുകൊണ്ട് എനിക്ക് എന്താ അറിയില്ല ഗൈസ്, ചൂട് സൂപ്പൊക്കെ കുടിക്കാൻ തോന്നുന്നു ഗൈസ്. ഇവിടെ നല്ല മഴയാണ് ഗൈസ്. അതുപോലെ തന്നെ എനിക്ക് നല്ല വിശപ്പൊന്നുമുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും കഴിക്കാനില്ല. നമ്മൾ സൊമാറ്റോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരുന്നത് വരെ നമുക്ക് ഉണ്ണിയപ്പം കഴിക്കാം. എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ ഗൈസ്. എൻ്റെ ഫുഡ് ഒരു 10 മിനിറ്റ് എന്നാണ് പറഞ്ഞത്, ഇപ്പോൾ വരും. സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. പൊട്ടിക്കുന്നില്ല, ആർക്കും തരില്ല കേട്ടോ ഗൈസ്. ഇവർക്ക് ആർക്കും കൊടുക്കുന്നതായിരിക്കും തരില്ല. എല്ലാവരും വന്ന് ഇവിടെ നിൽക്കുക ഗൈസ്. പഴുകിയതാന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ്. നീ കഴിക്കണ്ടാന്നേ. ഇത് ഓക്കെ ഗൈസ്. നല്ല അടിപൊളി ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് കണ്ടോ. എടാ ചിക്കൻ മാത്രം എടുത്ത് ഗൈസ്, ചിക്കൻ മാത്രം എടുത്ത് തിന്നണയാലോ അല്ലാതെ കുട്ടികൾ. ഞാൻ കാണിച്ചു തരാം ഗൈസ്. നല്ല അടിപൊളി ഫില്ലിംഗ് ആണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ടേസ്റ്റ് നോക്കണം. ആദ്യം നമ്മളൊരു ഗുബൂസ് മേളയിൽ നിന്ന് പിച്ചുന്നു. ഐഷ വെറും അതെ ചന്തത്തരാണ് ഗൈസ്, ചന്തത്തരം. പിന്നെ നമ്മൾ നല്ല മയോണൈസും നല്ല ചിക്കനും കേരള തിന്നാൻ പോണ ഗൈസ്. കൊള്ളാലേ ഗൈസ്. നല്ല സ്പൈസിയാണ്, ടാങ്ങിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. റൊമാലി റൊട്ടിയിൽ മാത്രം കഴിക്കണ ഒരാളെ കാണിച്ചു തരട്ടെ. അതെ ഇതായിരിക്കുന്ന റൊമാലി റൊട്ടിയിൽ കൊടുത്താലേ തിന്നുള്ളൂ പോലും. അങ്ങനത്തെ ആൾക്കാർ തിന്നണ്ട, അത് തിന്നുന്നില്ല. അടിപൊളി ഗൈസ്. ഞാൻ ഇത് അൽവഫ കഫേന്ന് മേടിച്ചാണ് ഗൈസ്. എനിക്ക് ആകെ 81 രൂപയായുള്ളൂ. ബിക്കോസ് എന്താ, എനിക്ക് സൊമാറ്റോയിൽ എന്തോ ഓഫർ ഉണ്ടായത് ഗൈസ്. ഇതുപോലത്തെ ഓഫർ തരുമ്പോഴാണ് സൊമാറ്റോ ചേട്ടന്മാരെ എനിക്ക് സ്തുതിക്കാൻ തോന്നുന്നത്. ഒരു ദിവസം കഴിച്ചു നോക്കുക. ചിക്കനൊക്കെ നല്ല ക്രിസ്പിയാണ് കഴിക്കണം. എപ്പടി പറഞ്ഞിട്ടോ? വാക്കുകളില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ എൻ്റെ അടുത്ത് വാരി തിന്നണം കേസ്. ഇതിനകത്ത് ക്യാബേജ് ഇല്ല. സാധാരണ ഇവർ ക്യാബേജിൽ മുക്കി കുളിച്ചാണ് നമുക്ക് തരാറ്. ഫ്രഞ്ച് ഫ്രൈസും ഇല്ല. ഫ്രഞ്ച് ഫ്രൈസ് ഇല്ല, ശരിയാട്ടോ. ഫ്രഞ്ച് ഫ്രൈസും കൂടെ വെച്ചിരുന്നത് സൂപ്പറായിരുന്നു.
അങ്ങനെ രാത്രിത്തെ വിശപ്പ് വന്നു. അപ്പം ഞാൻ കുറച്ച് ചോറെടുത്ത് മീൻകറിയും ഒരു കുഞ്ഞ് ചട്ടിയും എടുത്ത് അതിനകത്തോട്ട് വാട്ടി ഗൈസ്. ചോറും മീൻകറിയും കൂടെ. അപ്പം ഉച്ചക്കത്തെ തോരനും മീൻ പൊരിച്ചതും ഒക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പം കുറച്ച് തൈരും ഒക്കെ കൂടെ കുഴച്ച് മീൻ പൊരിച്ചതും കൂടെ പിച്ചി വെച്ച് ഒരു വാ കഴിക്കണം ഗൈസ്. സ്വർഗം. ഒരു രക്ഷയില്ല ഗൈസ്. ഒരു പാൻ എടുത്തിട്ട് ചോറും കുറച്ച് മീൻകറിയും കൂടെ അതിലോട്ടിട്ടിട്ട് വാട്ടണം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളൊന്ന് ഒറ്റ കഴിക്കണം ഗൈസ്. കാരണം ഐഷയും വാപ്പച്ചിയും ഉമ്മച്ചിയും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. എല്ലാവരും ഓരോന്നാണ് കഴിക്കുന്നത്. ഞാൻ കൂട്ടത്തിൽ ഏറ്റവും എളുപ്പം ഉള്ള ഭക്ഷണവും ഏറ്റവും ടേസ്റ്റ് ഉള്ളതും എനിക്ക്. വേറെ എന്ത് ഭക്ഷണം കഴിച്ചാലും ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഞാൻ രാത്രി ചോറ് കഴിക്കാറില്ല ഗൈസ്. കാരണം നമ്മുടെ വീട്ടിൽ രാത്രി ചോറ് അങ്ങനെ വെക്കത്തില്ല, പലഹാരമായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇന്ന് ചോറ് ബാക്കിയായിരുന്നു, പിന്നെ തടി വെക്കും എന്നുള്ളതുകൊണ്ട് ഞാനും കഴിക്കത്തില്ല. പക്ഷേ ഇന്നുകൊണ്ട് ഞാൻ ഇച്ചിരി ചോറ് കുഞ്ഞി ചട്ടിയാണ് കാണാൻ പറ്റുന്നുണ്ട്, കുഞ്ഞി ചട്ടിയാണ് ഇച്ചിരി ചോറിട്ടിട്ട് ആണ് കഴിക്കുന്നത്. എൻ്റെ ഡയറ്റ് പ്ലാന് ആരും സ്വീകരിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാനങ്ങനെ വലിയ ഡയറ്റിൻ്റെ ആളാണെന്ന് എനിക്ക് ഫീൽ ചെയ്യണില്ല ഗൈസ്. ഇന്ന് കഴിച്ചാൽ നാളെ കഴിക്കില്ല, ആ സീനൊക്കെയാണ്. തൈര് നമുക്ക് മസ്റ്റാണ്. തൈര് ചെറിയൊരു പുളിയും, ഒത്തിരി പുളിയില്ല, എരിവുള്ള എരിവും പിന്നെ മുളകിൻ്റെ എരിവും ഒക്കെ ആ തൈര് അങ്ങോട്ട് ബാലൻസ് ചെയ്യും. മുക്ബാങ് അങ്ങനെ തിന്നണ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുപോലെ സംസാരിച്ച് ഷൂട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നടക്കില്ല ഗൈസ്. കാരണം എല്ലാവരും കൂടെ കലവില ബഹളമാണ് കേട്ടോ. പറഞ്ഞ് നാവെടുത്തില്ല. നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ് എല്ലാവരും. പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ. വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ ഭയങ്കര വിഷമമാണ്. ഞാൻ പറഞ്ഞില്ല, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ആരും ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കരുത് ഗൈസ്. എൻ്റെ ഒരു ഇതിൽ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കാനും ആരെയും സമ്മതിക്കരുത്. ഈ ലോകത്ത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ് ഞാൻ വിചാരിക്കുന്നത്, ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുക. ഒന്നും പ്രത്യേകിച്ച് സംസാരിക്കണമെന്നില്ല, ജസ്റ്റ് ആരെങ്കിലുമൊക്കെ ഒന്ന് അടുത്തിരുന്നാൽ മതി. കാരണം ഇങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെല്ലാവരും ജീവിക്കുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഭക്ഷണം കഴിക്കാനാണ്. കാരണം കാശുണ്ടായാലേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ. നമ്മളെല്ലാവരും കാശുണ്ടാക്കാനാണ് ഈ പഠിക്കുന്നതും ജോലി മേടിക്കുന്നതും ഒക്കെ. എന്നിട്ട് അവസാനം നമ്മൾ എന്തിനു വേണ്ടിയാണോ കഷ്ടപ്പെട്ടത് അത് ചെയ്യുമ്പം ആരുമില്ല, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിയുന്നു. ഭയങ്കര സങ്കടമല്ലേ? എൻ്റെ തിയറി കേട്ടോ, എല്ലാവരും ഇങ്ങനെ വിശ്വസിക്കണമെന്നില്ല. മുള്ളുണ്ട് ഗൈസ് നല്ലപോലെ. ഒരു തവണ ഞാൻ മുള്ള് ഇതുപോലെ വിഴുങ്ങി.
എന്തിൻ്റെ മുള്ളാണ്? എന്തിൻ്റെ മുള്ളാന്ന് ഓർമ്മയില്ല. എന്തോ ഒരു കട്ടിയുള്ളൊരു മീൻ്റെയാണ്. അത് വിഴുങ്ങിയിട്ട് എൻ്റെ പൊന്ന് സാറേ, എനിക്ക് തോന്നും വെക്കേഷൻ സമയത്താണ്. ആ വെക്കേഷനിൽ എനിക്കൊന്നൊരു 2 ആഴ്ചയെങ്കിലും കുറഞ്ഞത് അതിവിടെ ഇങ്ങനെ സ്റ്റക്കായിരുന്നു. കാരണം നമ്മൾ ഇറക്കൂലേ, ഇങ്ങനെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ എന്തെങ്കിലും വിഴുങ്ങുമ്പോൾ നമുക്കതിങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. ഭയങ്കര ടാസ്ക്കായിരുന്നു. അതിനകത്തൊരു ഗൂഗിളിലൊക്കെ നോക്കി, ഗൂഗിൾ അമ്മച്ചിയുടെ സഹായം കൊണ്ടാണ് നമ്മൾ പിന്നെ അവസാനം അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. കാരണം ഞാൻ പറഞ്ഞില്ല ഗൈസ്, കെയോസ്. ഇമോഷണൽ ആവാൻ വേണ്ടി സമ്മതിച്ചില്ല ഗൈസ്. ആയിഷ അതിൻ്റെ ഇടയിൽ കൂടെ കയറി കോമഡി ആയിക്കോളും. എന്നിട്ട് ഗൂഗിളമ്മ എന്നോട് പറഞ്ഞു, ചൂടുവെള്ളമല്ലേ അത് നല്ലപോലെ കഴിക്കാൻ പറഞ്ഞു, കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ ചൂടുവെള്ളവും കുറേ പ്രാർത്ഥന ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞ് പ്രശ്നമൊക്കെ ഒന്ന് കുഞ്ഞാ പഠിച്ചോ മരിക്കാൻ പോവാടേ. അങ്ങനത്തെ ഓരോ ടെൻഷനുകളായിരുന്നു. നിങ്ങളെ ഞാൻ സംസാരിപ്പിച്ച് ബോറടിച്ചെങ്കിൽ സോറി ഗൈസ്. എൻ്റെ ഒരു സ്വഭാവമാണ് ഇങ്ങനെ എപ്പോഴും ബോറിങ് സബ്ജക്ട്സിലോട്ടേക്ക് വഴുതി പോകുക എന്ന് പറയുന്നത്. നമ്മൾ കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് മാങ്ങ വെട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കഴിക്കാം. അടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് മാങ്ങ അരിഞ്ഞ. അപ്പോൾ ചോറ് കഴിച്ച കാരണം ഐസ്ക്രീം കഴിക്കണമെന്ന് ഓർത്തു. 2 നേരം ചോറ് കഴിച്ചു. ഗേൾ മാത്സ് ആണ് ഗൈസ്, മനസ്സിലായോ? 2 നേരം ചോറ് കഴിച്ചു. പിന്നെ ഷവർമ പ്ലേറ്റ് കഴിച്ചു. വേണ്ട, ഐസ്ക്രീം നാളെ കഴിക്കും. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഇന്നിനി പ്രത്യേകിച്ച് വേറെ ഒന്നും കഴിക്കുന്നുണ്ടാകത്തില്ല. എൻ്റെ വയറ് ശരിക്കും നിറഞ്ഞ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ 2 നേരം ചോറ് കഴിച്ചു. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യട്ടെ മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ.